ഓഹോ എന്തൻ ബേബി എത്ര പേര് കണ്ടു എന്നറിയില്ല. ഇന്നലെയാണ് ഇത് നെറ്റ്ഫ്ലിക്സിൽ റിലീസായത്. മിഥുൽ ഭാൽക്കർ അതുപോലെ തന്നെ വിഷ്ണു വിശാലിന്റെ അനിയനായിട്ടുള്ള രുദ്ര എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ക്യാമിയോ റോൾസിൽ ഈ ഒരു വിഷ്ണു വിശാലും അതുപോലെ തന്നെ മിസ്കിനും ഇവർ രണ്ടുപേരും വിഷ്ണു വിശാലും മിസ്കിനും ആയിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത്. സോ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു റൊമാൻറ്റിക് സ്റ്റോറിയാണ്. നായകന്റെ ലൈഫിൽ വരുന്ന 3 ലവ് സ്റ്റോറികളുടെ കഥയാണ്. 3 സ്റ്റേജസ് ആയി വരുന്ന 3 ലവ് സ്റ്റോറീസിന്റെ സ്റ്റോറിയാണ് അത് പറയുന്നത്. സോ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കൃഷ്ണകുമാർ രാംകുമാറാണ്. തമിഴ് സിനിമ പണ്ടുതൊട്ടേ കാണുന്നവർക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ ചാൻസ് ഉണ്ട്, കാരണം അത്രയും പരിചിതമായ ഒരു ഫേസ് ആണ് അദ്ദേഹത്തിൻ്റെത്. സോ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഡയറക്ടോറിയലാണ്. ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്തത് ഒരു ആന്തോളജി മൂവിയാണ്, അതിലെ ഒരു പാർട്ടാണ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്തത്. മോഡേൺ ലവ് ചെന്നൈ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്തത്. സോ അത് ഋതുവർമ്മയൊക്കെ അഭിനയിച്ച ഒരു പാർട്ടായിരുന്നു അത്. സോ ഒരു വിഷ്ണു വിശാലിന്റെ അടുത്ത് കഥ പറയാൻ വരുന്ന ഒരു ആസ്പയറിംഗ് ഡയറക്ടറാണ് ഈ ഒരു രുദ്ര ചെയ്യുന്ന ഈ ഒരു ക്യാരക്ടർ. അദ്ദേഹത്തിന് ഈ ഒരു വിഷ്ണു വിശാലിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. 2 കഥകളുണ്ടായിരുന്നു, പക്ഷെ 2 ഇംപ്രസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം ഇവിടുന്ന് നിരാശനായി തിരിച്ചു പോകുന്നു. പിന്നെ അങ്ങോട്ട് അദ്ദേഹം പിന്നെയും തിരിച്ചു വരുന്നു. ഇൻ ബിറ്റ്വീൻ അദ്ദേഹത്തിന് ഒരു ഐഡിയ കിട്ടുന്നു. അതെന്താണെന്ന് വെച്ചാൽ തന്റെ സ്വന്തം കഥ തന്നെ പറഞ്ഞു നോക്കാം എന്നുള്ളൊരു ഐഡിയ ആണ്. അദ്ദേഹത്തിന്റെ ലൈഫിൽ വന്ന 3 ലവ് സ്റ്റോറീസിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. അത് ഈ ഒരു വിഷ്ണു വിശാൽ ഓക്കെ പറയുമോ ഇല്ലയോ, അതിനിടയ്ക്ക് നടക്കുന്ന സംഭവങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. സോ ഒരു സ്റ്റോറിയിൽ ഈ ഒരു മിഥുൽ ഭാൽക്കറാണ് 3ാമത്തെ ലവ് സ്റ്റോറിയിൽ വരുന്ന ആ ഒരു ഹീറോയിൻ. ആ ഒരു കഥയ്ക്കാണ് ഈ ഒരു സിനിമയിൽ വെയിറ്റേജ് കൂടുതൽ. അതായത് ഫസ്റ്റ് 2 സ്റ്റോറി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു തീർക്കുന്ന ഒരു സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് പോകുന്ന ആ ഒരു രീതി സിമ്പിളായിട്ട് പോകുന്ന രീതിയാണ്. കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ അങ്ങനൊരു റൊമാൻസ് ഉപയോഗിക്കപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ പോകുന്ന ഒരു സ്റ്റോറിയാണ് ബാക്കി 2. ആണെങ്കിൽ ഈ ഒരു മിഥുൽ ഭാൽക്കറിന്റെ ആ ഒരു ക്യാരക്ടർ ഈ ഒരു നായകനേക്കാളും 3 വയസ്സിന് മൂത്ത ക്യാരക്ടറാണ്. ഈ ഒരു നായകൻ ഒരു ഇമ്മച്വർ ആയിട്ടുള്ള അത്ര മെച്യൂരിറ്റി ഒന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. പക്ഷേ ഈ ഒരു മിഥുൽ ഭാൽക്കർ ഈ ഒരു കഥാപാത്രം അത്യാവശ്യം നല്ല മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ എല്ലാവർക്കും അങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ലൈഫ് പാർട്ണർ എങ്ങനെയാണ് വരേണ്ടത്, നമുക്ക് പല പല കണ്ടീഷൻസ് പല പല ക്വാളിറ്റീസ് അവരിൽ തിരയും. ആണായാലും പെണ്ണായാലും രണ്ടുപേരും ആ ഒരു കല്യാണത്തിന് മുന്നേ വ്യക്തമായ പ്ലാനിങ് ഉണ്ട് അതിനെക്കുറിച്ച്. സോ ഇങ്ങനെ നമ്മുടെ നായകന് കുറേ പ്ലാനിങ്സ് ഉണ്ട്. സോ അങ്ങനെ ആ ഒരു പ്ലാനിങ്സ് അനുസരിച്ച് പെൺകുട്ടിയെ കാത്തിരിക്കുമ്പോഴാണ് ഈ ഒരു മിഥുൽ ഭാൽക്കറിന്റെ ക്യാരക്ടർ ഈ ഒരു സിനിമയിലോട്ട് എൻ്റർ ആവുന്നത്. സോ അങ്ങനെ പോകുന്ന ഒരു സ്റ്റോറിയാണ്. അവരുടെ റിലേഷൻഷിപ്പിൽ വരുന്ന കോൺഫ്ലിക്ട്സും ബ്രേക്കപ്പും കാര്യങ്ങളായിട്ട് പോകുന്ന ഒരു ഫേസ് ആണ് ആ ഒരു 3ാമത്തെ ലവ് സ്റ്റോറിയിൽ. അതിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ അങ്ങനെ പോകുന്ന സ്റ്റോറിയുടെ മെയിൻ പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ മിഥുൽ ഭാൽക്കറിന്റെ പെർഫോമൻസ് തന്നെയാണ് മെയിൻ പോസിറ്റീവ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിനിമയ്ക്ക് അത്ര ഡെപ്ത് ഉള്ള ഒരു മൂവിയല്ല. കാരണം സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സ്റ്റോറിയാണ്. ഇപ്പോൾ ടൈം പാസ് എന്ന രീതിയിൽ കാണാവുന്ന ഒരു മൂവിയാണ്. കൂടുതലായിട്ട് ടേക്ക് അവേസ് ഒന്നുമില്ല, എന്നാലും ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളും നല്ല റൊമാൻറ്റിക് മൊമെന്റ്സും ഒക്കെ വന്നു പോകുന്ന ഒരു സിനിമയാണ് ഈ ഒരു ഓഹോ എന്തൻ ബേബി എന്ന് പറയുന്ന ഈ ഒരു സിനിമ. സോ ഈ സിനിമയുടെ മെയിൻ പോസിറ്റീവ് എന്ന് നേരത്തെ പറഞ്ഞാൽ മിഥുൽ ഭാൽക്കറിന്റെ പെർഫോമൻസും അതുപോലെ രുദ്ര എന്ന് പറയുന്ന ഈ ഒരു ആക്ടറിന്റെ പെർഫോമൻസ്. സോ ഇദ്ദേഹത്തിന്റെ ആ ഒരു ആംഗ്രി ഔട്ട് ബൂസ്റ്റും അതുപോലെ തന്നെ ഇമോഷണൽ സീക്വൻസസിലെ പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതല്ലാതെ നോക്കുകയാണെങ്കിൽ ചില സീക്വൻസസിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നും ചിലപ്പോൾ തോന്നാം. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ് രണ്ടുപേരും തന്നിരിക്കുന്നത്. അതിനെടുത്ത് പറയേണ്ടത് ഈ മിഥുൽ ഭാൽക്കറിന്റെ പെർഫോമൻസ് ആണ്. അതല്ലാതെ നോക്കുകയാണെങ്കിൽ കരുണാകരനാണെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു അമ്മാവനായിട്ട് വരുന്നുണ്ട്, അമ്മയായിട്ട് വരുന്ന കസ്തൂരി ആണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാം തന്നെ അത്യാവശ്യം ഒരു മിനിമൽ പെർഫോമൻസ് തരുന്നുണ്ട് എന്നുള്ളത് ഈ സിനിമയുടെ പോസിറ്റീവ്. പല പല കൈൻഡ് ഓഫ് ലൈഫ് നമ്മുടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഈ ഒരു നായകന്റെ 3 ലവ് സ്റ്റോറീസ് അതെന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ആവുന്നത്. പിന്നെ അങ്ങോട്ട് ഈ ഒരു അമ്മാവനുണ്ട്, അമ്മാവനൊരു ബാച്ചിലറാണ്. ആ ഒരു ബാച്ചിലർ ലൈഫ് ഉള്ള ഒരാൾ ഈ ഒരു നായകന്റെ മുന്നിൽ തന്നെയുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു അച്ഛൻ്റെ അമ്മയുടെ ലൈഫ് ഈ നായകൻ്റെ. സോ അങ്ങനെയുള്ള ആ ഒരു കോൺഫ്ലിക്ട്സുകൂടെ കടന്നു പോകുന്ന ഒരു ലൈഫാണ് നായകൻ്റെത്. സോ അങ്ങനെ പോകുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒരു നായകൻ്റെ ക്യാരക്ടർ. സോ അതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ്. പിന്നെ നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ഡെപ്ത് എന്ന് പറയുന്നത് ഭയങ്കര കാര്യമായിട്ടില്ല. സോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പല സംഭവങ്ങളും ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഡെപ്ത് സിനിമയിൽ മിസ്സിംഗ് ആണ്. സോ അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനിട്ട് അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോകുന്ന ഒരു മൂവിയാണ്. എന്നാലും അത്യാവശ്യം വലിയ മടുപ്പില്ലാതെ 2 മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട് എന്നുള്ളതും ഇവിടെ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതും അവിടെ വരുന്ന ചില ഇടങ്ങളിലെ ഡയലോഗൊക്കെ അത്യാവശ്യം നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ്. പിന്നെ വിഷ്ണു വിശാലിന്റെയും ആ ഒരു മിസ്കിന്റെയും സീൻസ് ഒക്കെ അത്യാവശ്യം നല്ല എന്റർടൈനിങ് ആയിരുന്നു എന്നുള്ളത് ഈ ഒരു സിനിമയുടെ പോസിറ്റീവാണ്. സോ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.